What's up people, welcome back to another vlog. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണം മരിക്കാർ ബെനലിയിലേക്കാണ്, നമ്മുടെ കുസാരിൻ്റെ അവിടെയുള്ള ഷോറൂമിലേക്ക്. അപ്പോൾ ഞാൻ ഏത് വണ്ടിയായിരിക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വന്നേക്കാം? യെസ്, ഞാൻ ഇമ്പീരിയാലെ 400 ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാണ് വന്നേക്കണേ. അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുകൂടാണ്ട് ബുക്കിംഗ്സും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് ആണ് ഞാൻ ഇന്ന് ബെനലിയിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് നേരെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് പോകാം. യെസ്, അപ്പോൾ എനിക്ക് വണ്ടി ഷോറൂമിൽ നിന്ന് കിട്ടി. ഞാൻ വണ്ടി പുറത്തേക്ക് ഇറക്കി, ഞാൻ കുറച്ച് ദൂരം ഓടിച്ചു. ബെനലി എവിടെയായിരുന്നു ഇത്രയും കാലം? അതാണ് എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഒരു എന്താ പറയുക, ഈ ഒരു 400 സെഗ്മെൻറ്റിൽ ഒരു ക്ലാസിക് ബൈക്ക്, അത് കൂടാണ്ട് ആ ഒരു റിഫൈൻമെൻറ്റും കൂടി കൂട്ടിയ ഒരു കലക്കം വണ്ടി എന്ന് പറയാം നമുക്ക് വേണേൽ, ഇമ്പീരിയാലെ 400. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ ലുക്സിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹെഡ് ലാമ്പ് ഒരു ഹാലജൻ ഹെഡ് ലാമ്പാണ്, അത്യാവശ്യം വലിയ ഹെഡ് ലാമ്പാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ 7-inch ഹെഡ് ലാമ്പ്. അത് കൂടാണ്ട് ഇൻഡിക്കേറ്റേഴ്സ് നോക്കാൻ പോയാൽ ബൾബ് ഇൻഡിക്കേറ്റേഴ്സാണ്, ഹാലജൻ ഹെഡ് ലാമ്പാണ് അവൈലബിൾ ആക്കിയിരിക്കണം. പിന്നെ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ അതെന്ന് പറയുമ്പോഴത്തേക്കും 41mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. ഞാൻ ഓടിച്ചിട്ട് എനിക്ക് അത്യാവശ്യം സോഫ്റ്റ് സൈഡാണ് സസ്പെൻഷൻ തോന്നിയത്. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാൻ പോയാൽ ഇതിൽ 300mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് അവൈലബിൾ ആക്കിയത് വിത്ത് ഡുവൽ ചാനൽ ABS. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ട് ടയേഴ്സ് എന്ന് പറയുമ്പോൾ 19-inch ടയേഴ്സാണ് വിത്ത് സ്പോക്ക് വീൽസാണ് അവൈലബിൾ ആക്കിയേക്കണം. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ബട്ട് ട്യൂബ് ടയേഴ്സാണ്, ട്യൂബ്ലെസ് അല്ല. അപ്പോൾ സെയിം ക്ലാസിക് ഫീൽ തന്നെയാണ് അവർ കൊണ്ടുവന്നേക്കണം അതിലും. പിന്നെ നമുക്ക് എൻജിൻ സൈഡിലേക്ക് നോക്കാം. എൻജിൻ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും 374cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എൻജിനാണ് ബെനലിയുടെ. അപ്പോൾ ബെനലിയുടെ ലോഗോ ഒക്കെ ഉണ്ട്, ബെനലി ഇവിടെ ഒരു മറ്റേ ലയൻ്റെ ഒരു പടവും. അതുകൊണ്ട് നമ്മൾ വണ്ടി കണ്ട ബെനലി ആണെന്ന് എവിടെ നിന്നെങ്കിലൊക്കെ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. കാര്യം കുറേ സ്ഥലത്ത് ബെനലി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറയുമ്പോഴത്തേക്കും 21 PS at 5500 RPM, 29 Nm ടോർക്ക് അറ്റ് 4500 RPM. അപ്പോൾ നമുക്ക് ലോ ആൻഡ് ടോർക്ക് ഇതിലും നല്ല രീതിയിൽ അവൈലബിൾ ആവുന്നതായിരിക്കും. പിന്നെ ബാക്കിലത്തെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ട്വിൻ ഷോക്ക് സസ്പെൻഷനാണ് കൊടുത്തേക്കണത്, ഗ്യാസ് ചാർജ് സസ്പെൻഷനാണ്. അതുകൂടാണ്ട് ബാക്കിലത്തെ ഡിസ്ക് ബ്രേക്ക് നോക്കാൻ പോയാൽ 240mm ഡിസ്ക് ബ്രേക്കാണ് അവൈലബിൾ ആക്കിയേക്കണം. ബാക്കിലും നമുക്ക് ABS അവൈലബിൾ ആണ്. ഇതൊരു ഡുവൽ ചാനൽ ABS ആണ്. ബാക്കിലത്തെ ടയർ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 18 ഇഞ്ചാണ് ടയർ സൈസ് വിത്ത് 130 ടയേഴ്സാണ് ഇതിൽ കൊടുത്തേക്കണേ. എക്സോസ്റ്റ് അത്യാവശ്യം നീണ്ട എക്സോസ്റ്റാണ് വണ്ടിയുടെ, ഈ ഒരു ലെങ്ത്ത് തന്നെ ഉണ്ട് എക്സോസ്റ്റിനും. പിന്നെ നമ്മൾ ബാക്കിലേക്ക് നോക്കാൻ പോയാലും പിന്നെയും ഒരു ക്ലാസിക് ലുക്കാണ്. നല്ല വലിയൊരു മഡ് ഗാർഡാണ് കേട്ടോ, നല്ല വലിയ മഡ് ഗാർഡും പിന്നെ റൗണ്ട് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ബാക്കിൽ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ബ്രേക്ക് ലൈറ്റാണ് കൊടുത്തേക്കണത്. അതുകൂടാണ്ട് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡറും. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് ഗ്രാബ് റെയിലുണ്ട്. അത് ഈ സൈഡിലുണ്ട്, അത് ഇപ്പുറത്തെ സൈഡിലുണ്ട് ഗ്രാബ് റെയിൽ. അത് കൂടാണ്ട് സാരികാട് അവൈലബിൾ ആക്കുന്നുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആണ് ശരിക്കും. ആ വണ്ടി ഒന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഫുള്ളായിട്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കാൻ പോയാൽ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, 6 സ്പീഡ് അല്ല. വേർ ഇസ് ദ 6 ഗിയർ ഇല്ല ഇതിന്. ഇത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, സ്ലിപ്പർ ക്ലച്ച് അല്ല, നോർമൽ ക്ലച്ച് ആണ് അവൈലബിൾ ആക്കിയേക്കണേ. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ 165mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ റോഡിലൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് 165mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ വെയിറ്റ് നോക്കാം അല്ലേ. നമുക്ക് വണ്ടിയുടെ മേളിൽ കയറിയിരിക്കാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ മേളിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് ആദ്യം ഫീൽ ചെയ്യണം വെയിറ്റ് ആയിരിക്കും. 205 kg ആണ് വണ്ടിയുടെ വെയിറ്റ്. നമുക്ക് വെയിറ്റ് അങ്ങനെ ഫീൽ ചെയ്യില്ല, കാര്യം സീറ്റ് ഹൈറ്റ് തന്നെ 780mm ആണ്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. അപ്പോൾ ഫ്ലാറ്റ് ഫുട്ട് അല്ല, എനിക്ക് കുറച്ചും കൂടെ മുട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളിക്കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും 12 liters ആണ് ടാങ്ക് കപ്പാസിറ്റി. 12 liters ആണ് യൂസബിൾ ഫ്യൂവൽ, 2 liters ആയിരിക്കും ഇതിൻ്റെ റിസർവ്. ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ മീറ്ററൊക്കെ കാണിച്ചു തരാം. താക്കോല് മറ്റേ ഫ്ലിപ്പ് കീ ആട്ടോ, നല്ല രസമുള്ള താക്കോല. അപ്പോൾ നമുക്ക് മീറ്റർ ഓൺ ആക്കാം. കണ്ടോ, ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദിസ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ മീറ്റർ. നമുക്ക് ഇവിടെ കിലോമീറ്റർ പെർ അവർ ഉണ്ട്, മൈൽസ് പെർ അവർ ഉണ്ട്, ട്രിപ്പ് 1 ട്രിപ്പ് 2, പിന്നെ ഇവിടെ കിലോമീറ്റർ കാണിക്കും. റോയൽ എൻഫീൽഡ്, ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഫ്യൂവൽ ഗേജ് ഉണ്ട്. പിന്നെ ഇത് RPM, ഇവിടെ ന്യൂട്രൽ, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ നമ്മുടെ വാർണിംഗ് ലാമ്പും, എൻജിൻ ലാമ്പ്, ബാറ്ററി ലാമ്പ്, ഫ്യൂവൽ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ക്ലാസിക് ലുക്ക്. പിന്നെ സ്വിച്ചസൊക്കെ നോക്കിയാൽ ഒരു വെറൈറ്റി സാധനമുണ്ട് ഇവിടെ. 4 സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, ഹെഡ് ലാമ്പ് സ്വിച്ച് എടുത്ത് കളഞ്ഞപ്പോൾ ഇത് 4 സൈഡ് ഇൻഡിക്കേറ്റർ സ്വിച്ച് ആക്കി. അത് എന്തായാലും കലക്കി. പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവറാണ് ബ്രേക്ക് തന്നെ, സൈഡ് അഡ്ജസ്റ്റബിൾ അല്ല. എന്നിട്ട് എക്സോസ്റ്റ് നോട്ട് ഞാൻ കേൾപ്പിക്കാം കേട്ടോ.
കണ്ടോ, ശരിക്കും പറഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ ആ തമ്പിങ് സൗണ്ട് അല്ലേ, ശരിക്കും ഒരു ഇൻ്റർസെപ്റ്ററിൻ്റെ ഒരു സിംഗിൾ സിലിണ്ടർ വണ്ടി എന്ന് പറയാം, അങ്ങനത്തെ ഒരു സൗണ്ടാണ് ഇത്. നമുക്ക് ഏകദേശം ആ ഒരു ഇൻ്റർസെപ്റ്ററിൻ്റെ ഒക്കെ ചെറിയൊരു ഫീൽ ഉണ്ട് ഈ സൗണ്ടിൽ നിന്ന്. സീറ്റിനെ പറ്റി പറയാൻ പോയാണല്ലോ, സ്പ്ലിറ്റ് സീറ്റാണ്, ഗ്രാബ് റെയിലുണ്ട്, ഇവിടെ സൈഡിലും ഗ്രാബ് ഉണ്ട്. അതുകൂടാണ്ട് സ്പ്ലിറ്റ് സീറ്റ് ആയതുകൊണ്ട് നമുക്ക് റൈഡർ സീറ്റ് അത്യാവശ്യം വലുതും പില്ലിയൻ സീറ്റ് അത്യാവശ്യം ചെറുതാണ്, കുറച്ച് ലോങ് ആണ്, പക്ഷേ ഇത്തിരി ചെറിയ സീറ്റാണ് പില്ലിയൻ സീറ്റ്. അപ്പോൾ നമുക്ക് വേറെ വണ്ടി പോവാം അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ റൈഡിങ് പൊസിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. റൈഡിങ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നല്ല അപ്രൈറ്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനാണ്. ഫുഡ് പെക്സ് നമ്മുടെ ഫ്രണ്ടിലേക്കാണ്, അപ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഹാൻഡിൽ ബാർ നമ്മുടെ സൈഡിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൈ കുറച്ച് താന്നിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൂടാണ്ട് നമുക്ക് ഈ ഹാൻഡിൽ ബാർ അഡ്ജസ്റ്റ് ചെയ്യാൻ, നമുക്കിതൊന്ന് ലൂസ് ചെയ്താൽ കുറച്ച് മേളിലേക്ക് ആക്കിയാൽ നമുക്ക് ഇത്രയും കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് ഇതിൽ പോവാം. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു റൈഡിങ് പൊസിഷനാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിങ് പൊസിഷനാണ് നമുക്കിതിൽ അവൈലബിൾ ആക്കിയേക്കണേ. ഇതിൻ്റെ എൻജിനെ പറ്റി പറയാൻ പോയാൽ ഇതിൻ്റെ പവർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നേരത്തെ അവൈലബിൾ ആണ്. അതായത് ലോവർ RPM-ലാണ് നമുക്ക് അവൈലബിൾ. 4500 RPM-ൽ നമുക്ക് ടോർക്കും 5500 RPM-ൽ നമുക്ക് പവർ ഫുള്ളായിട്ട് 21 PS ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലോ എൻഡ് പെർഫോമൻസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കതിനൊരു ബുദ്ധിമുട്ടില്ല. ഇനീഷ്യലായാലും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്പീഡ് കയറിയിട്ടായാലും നല്ലൊരു പെർഫോമൻസ് തന്നെയുണ്ട് വണ്ടിയിൽ. ഇപ്പോൾ ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ RPM ഇതിൽ 7000 RPM ആണ് റെഡ് ലൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1500 RPM-ലായിരിക്കും ബൈക്ക് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കൈ കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വണ്ടി 5000 RPM ഒക്കെ എത്തും. അപ്പോൾ നമുക്ക് പവർ ശരിക്കും നല്ല ലോ ആൻഡ് പവർ നല്ല രീതിയിൽ അവൈലബിൾ ആണ്. നല്ല ഇനീഷ്യൽ പുള്ളും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയിൽ നിന്ന്. വൈബ്രേഷൻ തപ്പണം. വൈബ്രേഷൻ ഉണ്ട്, ഒരു ചെറിയ ഒരു വൈബ്രേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഒരു കുറച്ച് നമ്മൾ ത്രോട്ടിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ആ വൈബ്രേഷൻ അങ്ങ് പോകും. പിന്നെ വൈബ്രേഷൻ എന്ന് വെച്ചാൽ നമുക്ക് 6000-7000 RPM-ൻ്റെ അവിടെയാണ് വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പോണേ. അതിന് ആ താഴെ ഒരു ലോവർ RPM-ൽ ചെറിയ ഒരു വൈബ്രേഷൻ നമുക്ക് കിട്ടും. പക്ഷേ ആസ് സൂൺ ആസ് നമ്മൾ ആ ത്രോട്ടിലൊന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ആ വൈബ്രേഷൻ കംപ്ലീറ്റ്ലി ഔട്ടാണ്. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സിനെ പറ്റി പറയാം. ഇതിൻ്റെ ക്ലച്ച് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഹാർഡ് സൈഡിലാട്ടോ. എനിക്ക് അത്ര സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് ക്ലച്ച് ആയിട്ട് തോന്നിയില്ല, കുറച്ച് ഹാർഡർ സൈഡാണ് ക്ലച്ച് വരുമ്പോഴത്തേക്കും. ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ഗിയർ ബോക്സ്, ശരിക്കും നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗിയർ ബോക്സാണ് ബെൻലിയുടെ. പിന്നെ 6th ഗിയർ ഇല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ആ 5th ഗിയറിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു 90, 100, 110 സിമ്പിളായിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാം വിത്ത് നോ വൈബ്രേഷൻസ് ആൻഡ് നോ എഫേർട്ട്. എഞ്ചിന് നമ്മൾ ഒരു സ്ട്രെയിനും കൊടുക്കില്ല. 100, 110 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് നമുക്ക് ക്രൂസ് ചെയ്ത് പോകാം ഈ വണ്ടിയിൽ. പിന്നെ സീറ്റ് എനിക്ക് അത്ര സോഫ്റ്റ് അല്ല, ഒരു മിഡ് റേഞ്ചിന് നമുക്ക് പറയാം. സീറ്റിൻ്റെ അത്ര അടിപൊളി കുഷനിങ് അല്ല, കുറച്ച് ഹാർഡും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ബട്ട് നല്ല ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യും ബെനലിയുടെ ഈ ഒരു വണ്ടിയിൽ നിന്ന്. ഫുൾ ആ ഒരു ബിൽഡ് ക്വാളിറ്റി ആയാലും ആ പാർട്സിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ ആ ഒരു പ്രീമിയം ഫീല് നമുക്ക് ശരിക്കും ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ എനിക്ക് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണ് തോന്നിയത്. നമുക്ക് അത്യാവശ്യം നമ്മുടെ ബംസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അബ്സോർബ് ചെയ്ത് എടുക്കുന്നുണ്ട് വണ്ടി. പക്ഷേ ബാക്ക് സസ്പെൻഷൻ എനിക്ക് കുറച്ച് അടി കിട്ടണ പോലെ, നമ്മൾ ചെറിയൊരു ഗട്ടറൊക്കെ ചാടുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു റോഡിൽ അൺഈവൺനെസ് ഒക്കെ ചാടുമ്പോഴത്തേക്കും ബാക്ക് കുറച്ച് നമ്മളെ എടുത്തങ്ങ് എറിയണ പോലെ. ബട്ട് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. പ്രീലോഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. നമുക്ക് സോഫ്റ്റ് ആക്കണമെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആക്കാം, ഹാർഡ് ആക്കണമെങ്കിൽ ഹാർഡ് ആക്കാം. അപ്പോൾ ഇപ്പോൾ അതൊരു ഹാർഡർ സൈഡിലാണ് കിടന്നേക്കണേ. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു അടി ഫീൽ ചെയ്യണത്. നമുക്ക് സോഫ്റ്റ് സൈഡിലാക്കണമെങ്കിൽ പ്രീലോഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, നമുക്ക് സോഫ്റ്റ് സൈഡിലേക്ക് ആക്കാൻ പറ്റും. നല്ലൊരു ഫീലാട്ടോ ഈ വണ്ടി ഓടിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഈ ബുള്ളറ്റിൽ ഓടിക്കുമ്പോൾ ഒരു ഫീൽ എന്നൊക്കെ പറയില്ല, ബുള്ളറ്റ് ഓടിക്കുന്നവർ അതേ ഒരു ഫീല് നമുക്ക് ഈ വണ്ടിയിൽ നിന്നും കിട്ടും. ലൈക്ക് അത്ര അടിപൊളി പൊളിച്ച് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയെന്ന് പറഞ്ഞാൽ പറയില്ല ഞാൻ. ബട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസും അത്യാവശ്യം നല്ല പവർ ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട് ഈ വണ്ടിയിൽ നിന്ന്. പിന്നെ എഴുന്നേറ്റ് ഇന്ന് ഓടിക്കാൻ ഒരു കുഴപ്പമില്ല. ഒരു കാര്യം എന്ന് വെച്ചാൽ ഹാൻഡിൽ ബാർ ഭയങ്കര ലോ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ശരിക്കും കുനിഞ്ഞിക്കേണ്ടി വരും. അല്ലാണ്ട് നമ്മുടെ ടാങ്ക് നമ്മുടെ ഒരു പ്രശ്നമാവുകയോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഈ വണ്ടി നമുക്കില്ല. പക്കയായിട്ട് നമുക്ക് എഴുന്നേറ്റ് ഇന്ന് വണ്ടി ഓടിക്കാം. ഹീറ്റിംഗ് ഇഷ്യൂസ് എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ കുറേ ദൂരം ഈ ഹൈവേ ആണ് ഓടിക്കണേ. പക്ഷേ ഓബിയസ്ലി ഇത് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതൊരു 374cc എഞ്ചിനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല ബ്ലോക്കിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഹീറ്റിംഗ് ഒക്കെ നമുക്ക് കിട്ടും. അത് ഏതൊരു 373cc വണ്ടി ബ്ലോക്കിലിട്ട് ഓടിച്ചാലും നമുക്ക് ചെറിയ ഒരു ഹീറ്റിംഗ് ഒക്കെ നമുക്ക് കിട്ടും. അല്ലാണ്ട് അങ്ങനെ ഓവർ ഹീറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഹീറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രശ്നമൊന്നും വണ്ടിക്കില്ല.
പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മിറേഴ്സ് ഇത്തിരിയും കൂടെ വലുതാക്കായിരുന്നു. അത്യാവശ്യം വിസിബിൾ ആണ് നമ്മുടെ, പക്ഷേ കുറച്ചും കൂടെ വലുതാക്കിയിരുന്നെങ്കിൽ നമുക്ക് അടിപൊളി വിസിബിലിറ്റി കിട്ടിയേനെ. ഇതിൻ്റെ ടയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ TVSൻ്റെ ടയേഴ്സാണ്. അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉണ്ട്. നമ്മുടെ ടാർമാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈ കണ്ടീഷനിൽ അത്യാവശ്യം നല്ല ഒരു ഗ്രിപ്പ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബ്രേക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ നല്ല അടിപൊളി ബ്രേക്കിംഗ് ആണ്. നമുക്ക് ആ ഒരു ഇനീഷ്യലിൽ തന്നെ അല്ല, ഒരു ചെറിയൊരു മില്ലി സെക്കൻഡ് ഗ്യാപ്പ് ആണെങ്കിലും ആ ഇനീഷ്യൽ ബൈറ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. ബട്ട് ആ ഒരു ജസ്റ്റ് പിടിച്ച് ഒരു മില്ലി സെക്കൻഡ് ടൈമിലാണ് നമുക്ക് ആ ബ്രേക്കിംഗ് പെർഫോമൻസ് ശരിക്കും തന്നെ. അത് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ബ്രേക്കിംഗ് പെർഫോമൻസ് ആണ് ആ ഡുവൽ ചാനൽ ABS നമുക്ക് കിട്ടാൻ. ഇവിടെ വണ്ടി നിർത്തിയപ്പോഴത്തേക്കും എനിക്ക് ഒരു 0 to 100 ചെക്ക് ചെയ്യാൻ നല്ലൊരു റോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ. ദാറ്റ് വാസ് ക്വിക്ക്. നല്ല പെട്ടെന്നാണ്, അത്യാവശ്യം നല്ല പെട്ടെന്നാണ് 100 വരെ എത്തിയ വണ്ടി. പിന്നെ വണ്ടി ഹാൻഡിലൊക്കെ ചെയ്യാൻ അടിപൊളിയാണ്. നമുക്ക് ശരിക്കും ഓടിക്കുമ്പോൾ ഒന്നും ആ വെയിറ്റ് തോന്നില്ല. ബട്ട് വെയിറ്റ് തോന്നും എപ്പോഴാണെന്നറിയാമോ? യൂ ടേൺ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കിടത്താനൊക്കെ നോക്കിയാൽ നമുക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യും ശരിക്കും. അത് കൂടാണ്ട് നമ്മൾ എവിടെയെങ്കിലും കുറച്ച് കിടത്തി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഈ വണ്ടിയുടെ വെയിറ്റ് വണ്ടി നമ്മളെ അറിയിക്കും കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് നോക്കുക. കാര്യം നമ്മൾ പെട്ടെന്ന് യൂ ടേൺ ഒക്കെ എടുക്കാൻ പോയാൽ നമുക്ക് വണ്ടിയുടെ വെയിറ്റ് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്തായാലും. ഇതൊരു ഡെയിലി യൂസ് ബൈക്കാണെന്ന് വെച്ചാൽ ഞാൻ വേണമെങ്കിൽ നമുക്ക് ഡെയിലി യൂസിന് ഉപയോഗിക്കാം. കാര്യം ഇത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ആ ഒരു വെയിറ്റ് ഡിഫറൻസും ആ ഒരു വെയിറ്റൊക്കെ നമുക്കൊരു ബാലൻസ് ചെയ്ത് കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ വണ്ടി കൊണ്ടു നടക്കാം. ഒരു ഡെയിലി യൂസ് വണ്ടിയാകും. ബട്ട് ക്രൂസിങ് ഈ വണ്ടിയുടെ ശരിക്കും പെർഫോമൻസ് അറിയണമെങ്കിൽ നമ്മൾ ഹൈവേയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ പെർഫോമൻസ് അറിയും. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഈ വണ്ടിയുടെ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് തിരിച്ച് ഷോറൂമിൽ എത്തി. ഇതിൻ്റെ മൈലേജ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു 40 കമ്പനി പറയണത്. നമുക്ക് ഒരു 30-35 വരെ നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് തിരിച്ച് ഷോറൂം എത്തി. അപ്പോൾ വണ്ടിയുടെ വില എന്ന് പറയുമ്പോൾ സിൽവർ കളർ, അതായത് നമ്മൾ ഓടിച്ച വണ്ടി, അത് പറയുമ്പോൾ 2,15,000 ഓൺ റോഡ് പ്രൈസ്. അത് കൂടാണ്ട് വേറെ 2 വേരിയൻ്റ് ഉണ്ട്, ചെറി റെഡ് ആൻഡ് ബ്ലാക്ക്. അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 2,25,000 സർവീസ് കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിന് ഫ്രീ സർവീസ് അങ്ങനെ അവൈലബിൾ അല്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 5 സർവീസ് ഉണ്ട് 2 ഇയറിൽ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 3,000 rupees വരെ വരും. അത് കഴിഞ്ഞാൽ നമുക്കൊരു 4,000-4,500 വരെ ആയിരിക്കും അതിൻ്റെ സർവീസ് കോസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. വണ്ടിയൊക്കെ ഓടിച്ചു. വണ്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, സത്യം പറഞ്ഞാൽ ബെനലി എവിടെയായിരുന്നു ഇത്രയും നാൾ. നല്ല റിഫൈൻഡ് നല്ലൊരു ഫീല് തന്നെ ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഇമ്പീരിയാലെ 400. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കിങ്സോ എൻക്വയറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മരിക്കാർ ബെനലിയിലേക്ക് വരാം. അല്ലെങ്കിൽ ഞാൻ ഇവരുടെ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ യെസ്, അതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൺ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.